അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ സ്വർഗം എന്നുള്ളത്. അത് ആഗ്രഹിക്കാത്തവരാരുമില്ല. ഏതൊരു മുസ്ലിം ആയാലും അവൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം ദൈർഘ്യമുള്ള വീഡിയോ ആയിരിക്കാം, ഒന്ന് പൂർണ്ണമായും നിങ്ങൾ ഒന്ന് ശ്രവിക്കണം. ഒരുപാട് ക്ലിപ്പുകൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആദ്യം തുടക്കത്തിൽ തന്നെ പറയാ, ഇത് ആരെയും മികയ്ത്താനും താഴ്ത്താനും അല്ല ഈ വീഡിയോ ഇറക്കുന്നത്. നമ്മുടെ പരലോകം നമുക്ക് രക്ഷപ്പെടണം. അതിന് ഏറ്റവും വലിയ ഒരു വശമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം നന്നാവാതെ ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നാൽ ഈ കേരളക്കരയിലുള്ള ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗമാണ് സമസ്ത വിഭാഗം. അത് AP ആയാലും EK ആയാലും ഇവർ ഇന്ന് പഠിപ്പിക്കുന്ന വിശ്വാസം പച്ചയായ ഷിർക്കാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇത് നമ്മുടെ പരലോക വിഷയമാണ്. സഹോദരങ്ങളെ, സമസ്ത ഇന്ന് പഠിപ്പിക്കുന്ന വിശ്വാസം നോക്കൂ. ഒരു കാര്യം ഷിർക്കാവണമെങ്കിൽ അവർ പഠിപ്പിക്കുന്ന നിർവചനം അള്ളാഹു അല്ല എന്ന വിശ്വാസത്തോടെ, അള്ളാഹുവിന്റെ വലിയാണെന്ന് കരുതി, അമ്പിയാക്കളെന്ന് കരുതി അവരോട് എന്ത് തേടിയാലും, എന്ത് വിളിച്ചു തേടിയാലും ഷിർക്കാവില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതിന് സമസ്തയിലുള്ള ഇവരുടെ ഒരു പ്രഗത്ഭ പണ്ഡിതൻ MT ദാരിമി, അദ്ദേഹം മംഗലാപുരം സംവാദത്തിൽ പറയുന്ന ആ ഒരു സംസാരം നിങ്ങൾ കേട്ടു നോക്കൂ. ഫാത്തിഹ സൂറത്തുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം, മുഹ്യിദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. അപ്പൊ കേട്ടല്ലോ സഹോദരങ്ങൾ, ഇത് പലവട്ടം കേട്ട ക്ലിപ്പായിരിക്കും. എന്നാൽ ഈ വിഷയം, ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നോക്കൂ, ഇത് EK വിഭാഗത്തിന്റെ നേതാവാണ്. AP വിഭാഗത്തിന്റെ നേതാവ് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. ചില കൈകാര്യങ്ങൾ ചെയ്യുന്ന മഹാന്മാരുണ്ട്, കൈകാര്യം ചെയ്യാത്ത ചില ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പദവിയാണ്. കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും അള്ളാഹു ബഹുമാനിച്ച മഹാനെയാണ് ഞാൻ വിളിക്കുന്നത്. അള്ളാന്റെ സഹായം കിട്ടാനാണ്. സഹായം തരുന്നവൻ അള്ളാഹ് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് വിശ്വാസമാണ്. ഈ മഹാന്മാരെ വിളിക്കുന്നത് എന്തിനാണ്? വിളിച്ച വകയിൽ അള്ളാഹ് തരാനാണ്. ചിലപ്പോൾ അവർ ഇടപെട്ടുകൊണ്ട് തന്റെ കാര്യം ശരിയാക്കി തരാനാണ്. ചിലപ്പോൾ അവർ അള്ളാഹിനോട് ദ്വാരക്കാനാണ്. ചിലപ്പോൾ അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യാനാണ്. പല വിധത്തിലും അവരുടെ സഹായമാകാം. ഇനി അവരൊന്നും ഇടപെടുന്നൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. എന്നാലും അവരോട് തേടിയാൽ, ഞാൻ ബഹുമാനിച്ച മഹാനോട് ഇന്ന ഒരു മനുഷ്യൻ തേടിയിട്ടുണ്ടെന്ന് അള്ളാഹ്ക്കറിയാമല്ലോ. അതുകൊണ്ട് ആ തേടിയ കാരണത്താൽ അള്ളാഹു നമുക്കതിന് ഫലം തരുമെന്നാണ് മഹാന്മാരായ ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതിലൂടെ നമുക്ക് വ്യക്തമാണ് ഇവർ പഠിപ്പിക്കുന്നത് ഖാലിഖ് എന്ന വിശ്വാസത്തോടെ തേടിയാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. ഈ വിശ്വാസം പഠിപ്പിച്ചിട്ടാണ് ഈ സാധാരണക്കാരായ ജനങ്ങളെ ഇവർ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരുപാട് പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടാക്കി അവിടെ അവർക്ക് പഠിപ്പിക്കുന്ന വിശ്വാസം ഇതാണ്. എന്നാൽ അവർ ഇടക്ക് പറയാറുണ്ട്, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല. ഇത് പച്ചയായ കളവാണ്. നോക്കൂ, ഇവർ ഈ പഠിപ്പിച്ച മാനദണ്ഡം അനുസരിച്ച് ഈ സമൂഹം ഇന്ന് എവിടെ വരെ എത്തി? ഇനി ഇവര് തന്നെ, ഇതേ മുസ്ലിയാക്കൾ തന്നെ എവിടം വരെ എത്തി? ആദ്യത്തെ ഒരു ക്ലിപ്പ്, ഇവരുടെ പ്രഗത്ഭ നേതാവ് ഖലീൽ ബുഖാരി, അദ്ദേഹം പറയുന്ന അദ്ദേഹം തേടുന്ന തേട്ടം നോക്കൂ, പ്രാർത്ഥന നോക്കൂ. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. കേട്ടല്ലോ, ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് രക്ഷിക്കാനില്ല, ഞങ്ങൾക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്നെ കൈവിടല്ലേ. നോക്കൂ, ഇത് ഏത് ഘട്ടത്തിലാണ്? ഈ ക്ലിപ്പ് നിങ്ങൾ കണ്ടതായിരിക്കും. സമുദ്രത്തിന്റെ നടുവിൽ ബോട്ടോ കപ്പലോ എന്തുമാവട്ടെ മുങ്ങാൻ പോകുന്ന സമയത്താണ് ഈ തേട്ടം തേടുന്നത്. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ തേടിയത് അള്ളാഹുവിനോട്. ആ സമയത്ത്, ആ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇവർ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലെ? എന്നിട്ട് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ഇത് ഒന്നാണ്. ഇനി അടുത്തത് നോക്കൂ. ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ മഹാനവറുകളെ, ഓർമ്മശക്തി നൽകണേ ബഹുമാനപ്പെട്ടവരെ. എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട CP ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ ദർസ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദർസ് ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കിടന്നുറങ്ങിയവരാണ്. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാ, ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാ. നോക്കൂ, പച്ചയായുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. എന്താ? ഞങ്ങൾക്ക് ബുദ്ധി തരണേ ഉപ്പാപ്പ. അതിലുപരി ഇതാരാ പഠിപ്പിച്ചത്? CP ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിച്ച കാര്യമാണ്, ഇവിടെ വരണം തഴണം എന്നൊക്കെ. ഇവരുടെ ദർസ് പഠിപ്പിച്ച, മുദർരിസ് പഠിപ്പിച്ചതുപോലെയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് ആ ഒരു പ്രാർത്ഥനക്കിടയിൽ ഇവർ ആ ഷെയ്ഖിനോട്, മരിച്ചുപോയ ആ മഹാനോട് ആവട്ടെ, മഹാനാവട്ടെ അല്ലാതാവട്ടെ, അവരോട് പറയുന്നത്. ഇത് ഇവരുടെ ഉസ്താദ് കൈമാറിയ ആദർശമാണെന്നാണ്.
ഇതാ ഇത് പിടിച്ചോ. ഇനി മൂന്നാമത്തെ നോക്കൂ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവ. നോക്കൂ, ഗദ്യപദ്യങ്ങളിലൂടെ മടവൂർ ഷെയ്ഖിനെ വിളിക്കുകയാണ്. കാക്കണേ ഞങ്ങളെ ഷെയ്ഖോരെ, പിന്നെ നോക്കണം ഞങ്ങളെ മടവൂരെ, അല്ലെ? ഇപ്പൊ ഇങ്ങനെയുള്ള പല വരികളും പിന്നെ മൗലൂദ് കിതാബിലുമുണ്ട്. അതുകൊണ്ടാണ് സലഫികൾ പറയാറുള്ളത് അത് ഷിർക്കാണ്, ആ വരികൾ നിങ്ങൾ പാടരുത് എന്നുള്ളത്, അല്ലെ? ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇത് മാത്രമാണ്, ഓരോന്നും ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാണ്. അടുത്തത് നോക്കൂ. കണ്ടല്ലോ, മക്കളെ തരണേ ഉപ്പാപ്പ, മക്കളെ തരണേ ഉപ്പാപ്പ. അതായത് ഉപ്പാപ്പ പ്രാർത്ഥനയിലൂടെ ഒരു വെല്ലുവിളി എന്ന രൂപത്തിലാണ്, ഒരു ഭീഷണി രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത് ഉപ്പാപ്പയോട് മക്കളെ തരാൻ വേണ്ടി. ഇത് ഇവിടെ എത്താനുള്ള കാരണം എന്തേ? ഈ ആദ്യത്തെ നേതാക്കളുണ്ടല്ലോ, ഇവർ MT ദാരിമി ആവട്ടെ, പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി ആവട്ടെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാവട്ടെ, ജിഫ്രി മുത്തുക്കോയ ആവട്ടെ, ഇവരൊക്കെ പഠിപ്പിച്ച പിന്നെ ആദർശമാണിത്. അള്ളാഹു അല്ല എന്ന വിശ്വാസത്തോടെ ആരോടും തേടാം, ബദരീങ്ങളോടും ഉലിയാക്കളോടും അമ്പിയാക്കളോടും എല്ലാവരോടും തേടാം. അതുകൊണ്ടാണ് അണികൾ ഇങ്ങനെ വരുന്നത്, ഷിർക്കിലൂടെ തന്നെ. ഇനി അടുത്ത വീഡിയോ നോക്കൂ. അടുത്ത വീഡിയോയിൽ പറയുന്നത് നോക്കൂ. അവിടത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്ന നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, യാ റസൂൽ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ, ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ എന്ന രീതിയിൽ അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഇന്ന് ഈസാ നബിയെ, യേശുവെ കാക്കണേ അല്ലെങ്കിൽ ഈസാ നബിയെ കാക്കണേ എന്ന് പറയുന്ന രൂപത്തിൽ പിന്നെ അള്ളാഹിന്റെ റസൂലിനെ ഇവർ വിളിച്ച് തേടുകയാണ്. ഇനി പറഞ്ഞാൽ പറയും ഇതൊക്കെ സഹായതേട്ടമാണെന്ന്. സഹോദരങ്ങളെ, നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ. അടുത്തുള്ള എത്ര ആളുകളാണ് ആമീൻ പറയുന്നത്? കരഞ്ഞുകൊണ്ട് ആമീൻ പറയുന്നുണ്ട്. ഇത് പ്രാർത്ഥനയല്ലെങ്കിൽ പിന്നെ ഏതാണ് പ്രാർത്ഥന? നമ്മുടെ മുൻകഴിഞ്ഞ ഒരുപാട് പിന്നെ നമ്മുടെ പ്രായമുള്ള ഒരുപാട് ഉമ്മമാരാവട്ടെ അല്ലെങ്കിൽ പിന്നെ ഉപ്പമാരാവട്ടെ, അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളൊക്കെ പ്രാർത്ഥനയുടെ നിർവചനം മനസ്സിലാക്കിക്കൊണ്ടാണോ അള്ളഹാനോട് തേടിയത് എന്ന്? അള്ളഹാനോട് തേടുക എന്നുള്ളത് മനുഷ്യ ഫിത്രത്തിലുള്ള കാര്യമാണ്. അത് ജനിക്കുമ്പോൾ തന്നെ ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് വരുന്നത്, തൗഹീദോടെയാണ്. പിന്നീട് മാതാപിതാക്കളാണ് അവരെ മജൂസിയും ജൂതനും നസറാനിയും ഒക്കെ ആക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അവർ തൗഹീദോടെയാണ് വന്നത്. പ്രാർത്ഥനയുടെ നിർവചനം അറിഞ്ഞുകൊണ്ടല്ല ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിന്നെ നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ചത്. ഇവര് ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥനയുടെ നിർവചനം പറയൂ. ഇവർ കണ്ട ഈ ക്ലിപ്പൊക്കെ സഹോദരങ്ങളെ പ്രാർത്ഥനയല്ലാതെ പിന്നെ എന്താണ്? ഇതിനപ്പുറം എന്താ വേണ്ടത്? ഇനി നോക്കൂ, അടുത്തത് നോക്കൂ. ഈ ഉമ്മത്ത് വേദനയിലാണ് യാ റസൂൽ, കൈപിടിക്കണേ നബിയേ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം ഞങ്ങൾക്ക് നൽകണേ യാ റസൂൽ. ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. നൗഷാദ് ബാക്കവി അടക്കമുണ്ട്. ബാക്കവി ബിരുദ് നേടിയ ഒരു നേതാവ് സമസ്ത വിഭാഗത്തിലെ, അദ്ദേഹം അടുത്തുണ്ട്. ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫലസ്തീനിൽ അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവിടുത്തെ പിഞ്ചു കുട്ടികൾ പോലും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. അസ്ബി അല്ലാഹ് ഇന്ന മഅി റബ്ബി സയഹ്ദി. അവർ പറയുന്ന ഇന്നല്ലാഹ മഅന, ഇങ്ങനെയുള്ള പല പദങ്ങളും പറഞ്ഞ് തൗഹീദ് അരക്കിട്ടുറപ്പിക്കുന്ന മക്കളാണ് ഫലസ്തീനിലുള്ളത്. അവർക്ക് വേണ്ടി കേരളക്കരയിലുള്ള മുസ്ലിയാക്കൾ പ്രാർത്ഥിച്ചത് റസൂലിനോടാണ്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. പച്ചയായ ശിർക്കല്ലേ സഹോദരങ്ങളെ. ഇനിയും വേണോ? അടുത്തത് നോക്കൂ. ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, കബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ തങ്ങളെ, തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ. നോക്കൂ, മദനീയം എന്ന ആ ഒരു ജനങ്ങളെ ഷിർക്കിലേക്ക് കൊണ്ടുപോയി ഷിർക്കും വിദാത്തും പഠിപ്പിക്കുന്ന ആ ഒരു മജ്‌ലിസിൽ പച്ചയായി മമ്പ്രത്തെ തങ്ങളെ വിളിച്ചു തേടാണ്. ഞങ്ങളെ ഏറ്റെടുക്കണേ ഉപ്പാപ്പ, അല്ലെങ്കിൽ തങ്ങളെ, അതുപോലെ ഞങ്ങൾ സ്വീകരിക്കണേ തങ്ങളെ, മമ്പ്രത്തെ ഉപ്പാപ്പയെ വിളിച്ചു തേടാണ്. ഓക്കെ, ഇത് ഏതാണ് മതം? ഇത് ഇസ്ലാം പഠിപ്പിക്കാം. ഇസ്ലാമിൽ ഇങ്ങനെയുള്ള ഒരു തേട്ടമില്ല. സർവ്വ പ്രവാചകന്മാരും അള്ളാഹുവിനോടാണ് തേടിയത്. ഇതാണ് പച്ചയായ ഷിർക്ക്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അഖീം അസരി, പ്രഗത്ഭ നേതാവല്ലേ വിഭാഗത്തിന്റെ, ഇദ്ദേഹം നോക്കൂ പറഞ്ഞെന്താണ്? പ്രാർത്ഥിച്ചത് മാത്രമല്ല, അതിന് അഭിമാനത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് ജനങ്ങളോട് പറയാണ്. ആരോടാണ് പ്രാർത്ഥിച്ചത്? ബദരീങ്ങളോട്. എന്തിനാണ് പ്രാർത്ഥിച്ചത്? നോളജ് സിറ്റിയുടെ അതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാവാൻ വേണ്ടി. ഒരുപാട് പ്രതിബദ്ധങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇത്രകാലം അത് പറയാറുണ്ടായിരുന്നില്ല.
പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എന്നാൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് തന്നെ പച്ചയായി പറഞ്ഞു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുന്നു എന്ന് മുജാഹിദീങ്ങൾ വെറുതെ കെട്ടിച്ചമക്കാണ്, ഛർദിക്കാണ്. എന്താ ഇവിടെ കൊണ്ട് അദ്ദേഹത്തിന് പിന്നെ അസ്ഹരി ഇവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ പ്രാർത്ഥിക്കാനൊന്നും അങ്ങനത്തെ ഛർദികളൊന്നും വേണ്ട, ഛർദികളുണ്ടല്ലോ വേണ്ട. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കാൻ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എത്രത്തോളം ഗൗരവമാണ് വിഷയം. അടുത്തത് നോക്കൂ. ലോകത്തിന്റെ നിയന്ത്രണം അതാണ് തദ്ബീർ. അതാരുടെ കയ്യിലായിരുന്നു? മഹാനായ മടവൂർ ശൈഖുന. ഇന്നും അവരുടെ കയ്യിലാണ്. അവരുടെ ഖലീഫമാരിലൂടെ ശൈഖുന ഇന്നും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നിയന്ത്രണം ഔലിയാക്കളുടെ കയ്യിലാണ്. ഞാൻ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ സി എം ഒരു ഇങ്ങോട്ട് വന്നു. തങ്ങളെ നിങ്ങൾ എന്റെ പേരിൽ തർക്കിക്കാം, ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും. ആലും ഞാൻ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. ഞാൻ ആലമിനെ നിയന്ത്രിക്കുന്നവനാണ്, അവിടെ ഒക്കെ ഞാൻ ഉണ്ടാവും. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അള്ളാഹു അല്ലാന്ന് ഉറപ്പാണല്ലോ. അപ്പൊ അള്ളാഹു അല്ലാന്ന് ഉറപ്പാണല്ലോ. എന്താ പറയാ? അള്ളാഹു അല്ലാന്ന് അള്ളാഹുവാണെങ്കിൽ ഒരുത്തനല്ലേ? അള്ളാഹുവാണെങ്കിൽ ഒരുത്തനല്ലേ? അള്ളാഹു ഒരുവനാണല്ലോ. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല. ഇതോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി. ഏതുവരെ എത്തി? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇതൊക്കെ കൊടുത്ത കഴിവിൽ നിന്നാണ് ഇവർ ചോദിച്ചത്. പുരോഹിതന്മാർ പഠിപ്പിച്ചതനുസരിച്ച് മുസ്ലിയാക്കന്മാർ അങ്ങനെ തന്നെ വന്നു. അവസാനം നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട എത്രയോ ആളുകൾ ഇത് സ്വീകരിച്ചു. ഇപ്പൊ അവസാനം എന്താ പറഞ്ഞത്? ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ഷേഖാണ്. അപ്പൊ ഇവരുടെ മതം പൂർത്തീകരിച്ചു. ഇതാണ് സമസ്ത മതം അല്ലെ? നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഏത് മതമാണ് സഹോദരങ്ങൾ ഇത്? ഇസ്ലാം എന്ന് പറയാൻ നാണമില്ലല്ലോ നിങ്ങൾക്ക്? അള്ളാഹുവിനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഏതൊരു വിശ്വാസിയായാലും? പച്ചയായി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ഇനി കഴിഞ്ഞോ? അടുത്ത ഒരു ക്ലിപ്പും കൂടി നിങ്ങൾ കേൾക്ക്, പിന്നെ ഞാൻ പറയാം. അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. എന്താ ഇപ്പൊ പറഞ്ഞത്? അന അള്ളാ എന്ന് പോലും അടൂർ ഷേഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ മതം ഏതാണിത്? ഇത് ഏത് മതമാണ്? ഇസ്ലാം മതത്തിൽ അള്ളാഹു ആണ് റബ്ബ്. മറ്റു ഒരു സൃഷ്ടിയെയും റബ്ബായി കാണുന്നില്ല. ഏതൊരു മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പോലും റബ്ബായി അള്ളാഹ് അംഗീകരിച്ചിട്ടുണ്ട്. ഇവർ എവിടത്തേക്കാണ് എത്തിയത്? എന്നിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, അത് ഇവർ വെറുതെ ഛർദിക്കുകയാണ്. നോക്കൂ, ഇതൊക്കെ ഈ കണ്ടതൊക്കെ എന്താണ് സഹോദരങ്ങളെ? ഇതൊക്കെ സത്യമായ യാഥാർത്ഥ്യമല്ലേ? ഇതിനപ്പുറം ഇനി എന്ത് തെളിവാണ് വേണ്ടത്? സമസ്ത പിഴച്ച ആദർശമാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇറക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം പരലോകമല്ലോ. അവിടെ നമുക്ക് രക്ഷപ്പെടണം. വാശിയും വൈകാരം ഇതൊക്കെ ദുനിയാവിലാണ്. ഖബർ ജീവിതം തുടങ്ങുന്നതിലൂടെ പിന്നെ നമ്മുടെ വിശ്വാസവും കർമ്മവുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരാളും കൂട്ടിനുണ്ടാവുകയില്ല, ഒരു മുസ്ലിയാക്കളും കൂട്ടിനുണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 50-ൽ കൂടുതൽ ആയത്തുകൾ കാണാം. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കൂ, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കൂ എന്ന ആശയം വരുന്ന എത്ര പദങ്ങളാണുള്ളത്? 50-ൽ കൂടുതലുമുണ്ട്. ഒരു ആയത്ത് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കൂ. വ ഉലിൽ അംരി മിൻകും, നിങ്ങളെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കൂ. ഇവിടെ തഫ്സീറിൽ കാണാം ഈ കൈകാര്യകർത്താക്കൾ ആരാണ്? ഉലുൽ അംർ ആരാണ്? ഭരണാധികാരികളാണെന്നാണ് കൂടുതൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. എന്നാൽ പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ എന്നും നമുക്ക് പറയാം, അവരെ നിങ്ങൾ അനുസരിക്കൂ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂലി. ഇനി അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നോ, നിങ്ങൾ ഉസ്താദ്മാർക്കിടയിലാവട്ടെ അതല്ലെങ്കിൽ ഭരണാധികാരികൾക്കിടയിലാവട്ടെ, ദീന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം അവർ പിന്നെ പറയുന്നുണ്ടോ എങ്കിൽ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അതല്ലാതെ അവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ഇരിക്കേണ്ടതല്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കട്ടെ. ദാലിക ഖൈറു വ അഹ്സനു തഅവീല, ഇതാണ് ഏറ്റവും ഉത്തമം, ഇതാണ് ഏറ്റവും നല്ല പര്യവസാനം. നോക്കൂ, അള്ളാഹു ആണ് ഇത് പറഞ്ഞത്. എന്നിട്ട് നോക്കൂ, ഉസ്താദുമാര് പറഞ്ഞതാണ്, കാക്കകാരണവന്മാർ പറഞ്ഞതാണ്, സമസ്ത നേതാക്കൾ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് അവരുടെ പിന്നാലെ കൂടിയാൽ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏതാണെന്ന് നാം പഠിക്കണം സഹോദരങ്ങളെ. നാം കണ്ടതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആവണമെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിക്കണം. അതാണ് മാനദണ്ഡം. നാളെ പരലോകത്ത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകൾ ആ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അവർ പറയുന്ന വാക്ക് നോക്കൂ, വഖാലു റബ്ബന ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ സാദാത്യങ്ങൾ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഇവരാണ് ഞങ്ങളെ വഴി പഴിപ്പിച്ചത്. അതുകൊണ്ട് റബ്ബന ആതിഹിം ളൈഫൈന മിനൽ അദാബ്, അല്ലാഹുവേ അവർക്ക് നീ 2 ഇരട്ടി ശിക്ഷ നൽകണേ റബ്ബേ. വലഅൻഹും ലഅനൻ കബീറ, അവർക്ക് ശാപവാക്കാണ് നൽകുന്നത്. ഏറ്റവും വലിയ ശപിച്ചുകൊണ്ട് പറയാൻ അവർക്ക് 2 ഇരട്ടി ശിക്ഷ കൊടുക്കണേ റബ്ബേ. കാരണം ഞങ്ങളെ വഴി പിഴപ്പിച്ചത് അവരാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാനും
ബദരീങ്ങളെ മുഹ്യിദ്ദീൻ ശേഖനെ വിളിച്ചു തേടാനും അവരാരും പഠിപ്പിക്കാത്ത ആദർശത്തെ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നത് ഈ നേതാക്കളാണ്. അതുകൊണ്ട് അവർക്ക് 2 ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്നാണ് നാളെ പരലോകത്ത് വിലപിക്കുന്ന വിലാപത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത്. ഇനി നോക്കൂ, സൂറത്തുൽ ജിന്നിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ നബിയോട് പ്രഖ്യാപിക്കാൻ, നബിയെ പറയുക, കുൽ, നിങ്ങൾ പറയുക നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. നോക്കൂ, ഇതിനിടയിൽ ആരെങ്കിലും ഇടയാളന്മാരുണ്ടോ? ഇല്ല. ഇനി നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ എന്റെ അടിമ, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, പിന്നെ അന്നി ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ് എന്നുള്ളത്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്ന ആൾ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ, പിന്നെ ആര് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം നൽകാം. നിങ്ങൾ ഇടയാളന്മാരാക്കി എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകൂ എന്നല്ല റബ്ബ് പറഞ്ഞത്. ഞാൻ ഏറ്റവും അവർക്ക് സമീപസ്ഥനാണെന്നാണ് അള്ളാഹ് പറയുന്നത്. എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകും. ഓരോ സഹോദരങ്ങളെ, ഇത്രത്തോളം റബ്ബ് പറയുമ്പോൾ ഇവർ എന്തിനെ ഇടയാളന്മാരുണ്ടാക്കണം? ഇവർക്ക് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കണം. ഇടയാളന്മാരുണ്ടായാലാണ് ഈ പുരോഹിതന്മാർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ഇവർ പറയുന്നില്ല? അള്ളാന്റെ റസൂലാണെന്ന് പറയുന്നില്ല? മുൻകഴിഞ്ഞ നൂഹ് നബിയാണെന്ന് പറയുന്നില്ല? ഇബ്രാഹിം നബിയാണെന്ന് ഇവർ പറയുന്നില്ല? എന്തുകൊണ്ട് CM മടവൂരാണെന്ന് പറയുന്നത്? എന്താണ് മമ്പ്രം തങ്ങളെ കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇവർ പറയുന്നു? കേരളക്കരയുടെ ജാറങ്ങളെ മാത്രം പറയുന്നു. അവിടത്തേക്ക് ആളെത്തണം, അവിടെ കാശ് വീയണം, മുസ്ലിയാക്കൾക്ക് അതിലൂടെ ജീവിക്കണം. ഈ പുരോഹിതന്മാർ നമ്മെ പിഴപ്പിക്കുന്നു. അതിലുപരി നമ്മുടെ ധനം അന്യായമായി ഇവർ തിന്നുന്നുണ്ട്. സൂറത്തു തൗബയിൽ 34-ാമത്തെ വാചകം നിങ്ങൾ എടുത്തു നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറഹ്ബാൻ ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയും. അവരാണ് പുരോഹിതന്മാർ. ഇത് പുരോഹിതന്മാരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. സാധാരണക്കാരെ കുറിച്ച് പോലും അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു വിഭാഗമാണ് ഇന്നത്തെ പുരോഹിത വർഗത്തെ. നമ്മുടെ പരലോകം നമുക്ക് രക്ഷപ്പെടണോ? അവിടെ ഒരു മുസ്ലിയാക്കളും കൂടെ ഉണ്ടാവുകയില്ല. എല്ലാവരും നഫ്സി നഫ്സി, സർവ്വ അമ്പിയാക്കളും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിയാക്കളും നമ്മുടെ കൂട്ടിനുണ്ടാവുകയില്ല. അവിടെ നമുക്ക് രക്ഷ ലഭിക്കുന്നത് നമ്മുടെ വിശ്വാസവും കർമ്മവും മാത്രമാണ്. അതുകൊണ്ട് നാം ചിന്തിക്കണം. നോക്കൂ, ഇതേ കേരളക്കരയിൽ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചതിന് പരാതി നൽകിയില്ലേ സമസ്തയിലെ നേതാക്കൾ? പൂക്കട്ടൂറും അതുപോലെ തന്നെ പിന്നെ അമ്പലക്കടവ് ഫൈസിയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അടക്കം വന്നു. നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പിന്നെ അഹ്ലുസുന്നയുടെ, പിന്നെ അതല്ലെങ്കിൽ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുക, അത് പാടില്ല എന്ന് പറഞ്ഞത് അത് ശരിയായില്ല, അത് അഹ്ലുസുന്നത്തിന് എതിരാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ മതം ഏതാണ്? ശരിക്കും ഇവരുടെ മതം ഏതാണ്? ഒരു തെരീക്കത്തിന്റെ ഇമാമമാരെ നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ ഇതിന്റെ ആവശ്യം? നേരിട്ട് പഴക്കലോട് പറഞ്ഞാൽ മതി. ഞാനല്ല അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ നേരിട്ട് പടച്ചവരോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെക്കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കാത്തതിന് പിന്നെ പരാതിയാണ് നൽകുന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ ഇവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കക്ഷികളായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വാചകം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഹി ശുഫഹാഉന ഇൻദല്ലാഹ്. അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളെ ആരാധിക്കുന്നവർ, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ആ ആരാധന എന്താണ്? അള്ളാഹു അടുത്ത് പറയും നോക്കൂ, ഹൗലാഹി ശുഫഹാഉന ഇൻദല്ലാഹ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ശുപാർശക്കാരാണ് ഇവർ. ലാത്തയും മനാത്തയും ഇങ്ങനെ പോലെയുള്ള പിന്നെ മുൻകഴിഞ്ഞ പിന്നെ സ്വാലിഹ്യങ്ങളെ വിളിച്ച് തേടുന്നവർ. അത് പാടില്ല എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ വാക്കെന്താണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ശുപാർശക്കാരനാണെന്നാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, ആ ശുപാർശക്കാരെ സ്വീകരിച്ചവരെ കുറിച്ച് വയഅ്ബുദൂന എന്നാണ് പറഞ്ഞത്. അവർ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആരാധനയായി മാറാണ്. അവിടെ ശുപാർശക്കാരെ തേടിയവരുടെ വിശ്വാസം അള്ളാഹുവിന് പുറമെ ആരാധിച്ചതിന് സമാനമാണ്. അവര് മറ്റൊരു ഇലാഹിനെ സ്വീകരിച്ചതിന് തുല്യമാണ്. എന്നിട്ട് അള്ളാഹു അവസാനം പറയും നോക്കൂ, ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശഭൂമിക്കിടയിലുള്ളത് എനിക്കറിയാത്തത് വല്ലതുമുണ്ടോ? നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരാമോ? അവർ ഇങ്ങോട്ട് എനിക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ അവർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് ആശയം. അള്ളാഹു നമുക്ക് ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കാൻ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി നിങ്ങൾ ഇങ്ങോട്ട് എനിക്ക് പഠിപ്പിച്ചു തരാണോ? അള്ളാഹിന്റെ ചോദ്യമാണ്. എന്നിട്ട് അള്ളാഹു അവസാനം പറയും നോക്കൂ, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ എത്ര പരിശുദ്ധനാണ്. അള്ളാഹു എത്ര പരിശുദ്ധനാണ്, എത്ര മഹോന്നതനാണ് റബ്ബ്. എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്.
എന്നാൽ ഇതിനെതിരല്ലേ ഈ സമസ്തയിലെ നേതാക്കൾ ഇവിടെ പ്രവർത്തിക്കുന്നത്? അവർ പരാതി നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഈ ആയത്തിനെതിരെയുള്ള പരാതിയാണോ ഇത്? അള്ളാഹുവിനോട് നേരിട്ട് വിളിച്ച് തേടുന്നത് സമസ്തയുടെ ആദർശത്തിനെതിരാണ്. അതിനുകൊണ്ടല്ലേ അവർ പരാതി നൽകിയത്? ഇസ്ലാം പഠിപ്പിക്കുന്നു ഖുർആനിലൂടെ, ഹദീസിലൂടെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ. നൂറുകണക്കിന് പ്രാർത്ഥനകളില്ലേ അമ്പിയാക്കളുടെ പ്രാർത്ഥന ഖുർആനിൽ? ഒരു പ്രാർത്ഥനയിൽ ഒരു ഇടയാളന്മാരുണ്ടോ? ആരെങ്കിലും ഹക്ക് ജാവ് വർക്കത്ത് കൊണ്ടുള്ള ഒരു തേട്ടമുണ്ടോ? നേരിട്ട് റബ്ബന, പിന്നെ റബ്ബി, അങ്ങനെ തുടങ്ങി എല്ലാം അള്ളാഹുമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നേരിട്ട് അള്ളാഹുവിനോടാണ്. ഏതെങ്കിലും ഒരു സഹാബത്ത് പ്രാർത്ഥിച്ചോ? മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ മുൻനിർത്തി താബീങ്ങൾ പ്രാർത്ഥിച്ചോ? തബൂ താബീങ്ങൾ പ്രാർത്ഥിച്ചോ? അതിലുപരി 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ തേടിയോ? മുൻകഴിഞ്ഞ ആരെങ്കിലും ഇടയാളന്മാരാക്കി? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് സമസ്ത പഠിപ്പിക്കുന്ന ഷിർക്കിനുള്ള മാനദണ്ഡം അവർ പഠിപ്പിക്കുന്നത് ഷിയാക്കളിൽ നിന്നാണ്. അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതന്മാരും അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ നന്നാക്കുക. ഇത് നമ്മുടെ പരലോക വിഷയമാണ്. അവിടെ നമുക്ക് ഖേദിച്ചത് കൊണ്ട് രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ ആയത്തിലൂടെ അവിടെ വിലപിക്കുന്ന വിലാപത്തെ കുറിച്ച്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം സ്വർഗമാണെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുക. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ആദർശം നമ്മൾ പഠിക്കുക. ലോകാടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുണ്ട്. ഇന്ന് മക്കയിലും മദീനയിലും നിങ്ങൾ ഹജ്ജിനും ഉംറയിലും പോകുന്നവരല്ലേ? അവിടെ നോക്കൂ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസി പോലെയുള്ള പിന്നെ ഒരുപാട് നേതാക്കൾ, അതുപോലെ ആലു ഷേഖിനെ പോലെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ ഇബ്നു ബാസ്, ഇവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ഇന്നും കിട്ടും. ഇവരൊക്കെ പഠിപ്പിച്ച ആദർശം നോക്കൂ. അവിടെ ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ അവരെ പിന്നാലെ പിന്നെ തുടരുന്നില്ല ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ. എന്നാൽ നാട്ടിൽ വന്നാൽ സലാം പറയില്ല, അതുപോലെ തന്നെ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയും. ഇവിടുത്തെ സലഫികൾ പിഴച്ചവരാണെന്നൊക്കെ പറയും. എന്നാൽ ഗൾഫിൽ പോയാലോ ആ സലഫികളെ പിന്തുടർന്നാണ് ഇവർ നിൽക്കുന്നത്. ഇതാണ് വിരോധാഭാസം, ഇതാണ് കാപട്യം, അല്ലേ? അതുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ലോകാടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് നാം പഠിക്കുക. ഇത് നമ്മുടെ പരലോക വിഷയമാണ്. ഒരു കർച്ചീഫ് വാങ്ങുമ്പോൾ പോലും എല്ലാ വശങ്ങളും നാം അന്വേഷിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നാം പഠിക്കണം, അറിയണം. ഇതാണ് നമുക്ക് രക്ഷയുള്ളൂ. നാളെ പാരത്രിക ലോകത്ത് ഇത് മാത്രമേ നമുക്ക് രക്ഷയായി കൂട്ടിനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും നിഷ്പക്ഷ മനസ്സോടെ ഇത് കേൾക്കുക, പഠിക്കുക, അറിയുക. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.